പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയിരിക്കുന്നു. അദ്ദേഹം കുട്ടനല്ലൂരിലെ ഹെലിപ്പാഡിലിറങ്ങി സ്വരാജ് റൗണ്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങളുടെ തത്സമയ സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന മഹിളാ സമ്മേളന വേദിയിൽ പങ്കെടുക്കാനായി പാർലമെന്റിൽ വനിതാ ബിൽ പാസാക്കിയതിന്റെ അനുമോദന സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനു കൂടി വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയിരിക്കുന്നത്. ലക്ഷദ്വീപിൽ നിന്നാണ് അദ്ദേഹം വിമാനമാർഗം കൊച്ചിയിലെത്തി. പിന്നീടാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ തൃശ്ശൂരിലെ കുട്ടനല്ലൂരിൽ ഇറങ്ങിയത്. ഇപ്പോൾ കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിലെ ഹെലിപ്പാഡിൽ ഇറങ്ങിയ ശേഷം പ്രധാനമന്ത്രി നേരെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ 2 ലക്ഷത്തോളം വനിതകൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് അല്പസമയത്തിനുള്ളിൽ റോഡ് ഷോ ആരംഭിക്കും. അത് 1.5 കിലോമീറ്ററിനിപ്പുറം നായ്ക്കനാലിൽ സമാപിക്കുകയാണ് ചെയ്യുക. വലിയ പങ്കാളിത്തം, 2 ലക്ഷത്തോളം പേരുടെ പങ്കാളിത്തം തന്നെ റോഡ് ഷോയിലും പ്രതീക്ഷിക്കുന്നുണ്ട്. 8 ലക്ഷത്തോളം പേർ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് എന്നുള്ള അവകാശവാദം BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തൃശൂർ നഗരത്തിൽ പൂർണ്ണമായി ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കാനായി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയിൽ പങ്കെടുക്കാനായി ജനറൽ ആശുപത്രി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വാക്കുകളും അനുഗ്രഹവും എല്ലാം വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനായി, ഭഗവത് സാന്നിധ്യത്തിനായി ആഗ്രഹിച്ചു നിൽക്കുന്ന ഭക്തയെ പോലെ, ദശരഥന്റെ മുന്നിലെ ശ്രീരാമപ്രഭുവിനെ പോലെ എന്റെ കർമ്മഭൂമിയായ ഇന്ത്യൻ കായിക രംഗത്തെ ഗതിവിഗതികൾ ബാലികയായും യുവതിയായും അന്തർദേശീയ കായിക താരമായും പരിശീലകയായും സംഘാടകയായും കാര്യനിർവാഹകയായും അടുത്തറിഞ്ഞിട്ടുള്ള എനിക്ക് 2014 നമ്മുടെ രാജ്യത്ത് കായിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ വർണ്ണനാതീതമാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. നേരിട്ടുള്ള സംഭാഷണങ്ങളിലൂടെ, തത്സമയ ഫോൺ വിളികളിലൂടെ ഒരു കായിക താരത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും വിശേഷങ്ങൾ അദ്ദേഹം തിരക്കിയിരിക്കും. പരിശീലനത്തിനായി വിദേശ രാജ്യങ്ങളിലും സൗകര്യങ്ങളും വേണ്ടത്ര അളവിലുള്ള സ്പോർട്സ് മെഡിസിൻ എക്സ്പേർട്ടുകളുടെ സേവനവും പോഷക സമൃദ്ധമായ ഭക്ഷണവും മാനസിക സന്തുലനം നിലനിർത്താൻ ആവശ്യമായ പരിശീലകരെയും അങ്ങനെ എല്ലാം ഒരു കുടക്കീഴിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ഗ്രാമാന്തരങ്ങളിൽ പരിശീലനത്തിനായി ഗ്രൗണ്ടും മറ്റു സാധന സാമഗ്രികളും കഴിവുള്ളവരെ ചെറുപ്പത്തിലെ കണ്ടെത്തി അവരെ സിസ്റ്റമാറ്റിക്കായും സയന്റിഫിക്കായും പരിശീലിപ്പിച്ചെടുക്കാനുള്ള പദ്ധതികളും കാരണമാണ് ഇന്ന് നമ്മുടെ രാജ്യം കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടി പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നത്. വരാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിലും നമ്മുടെ രാജ്യം മെഡലുകളുടെ കാര്യത്തിൽ ചരിത്ര നേട്ടം കുറിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതിനെല്ലാം ഉപരിയായ ലോകത്തെ 4ാമത് സമ്പദ് വ്യവസ്ഥയായി ഉയർന്നു വന്ന ഭാരതം 2036 ഒളിമ്പിക്സ് നടത്തുവാൻ എന്തുകൊണ്ടും യോഗ്യരാണെന്നും ഇനി വേണ്ടത് അവസരമാണെന്നും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ നടന്ന IOC സെഷനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ ഏറെ ആദരണീയനായ അമിത്ഷാജി അങ്ങനെ ഒരു ഒളിമ്പിക്സ് നടക്കുവാനുള്ള അവസരം നമുക്ക് തരുകയാണെങ്കിൽ അതിന്റെ വേദി അഹമ്മദാബാദ് ആയിരിക്കുമെന്നും ഈയിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃത് വർഷ നാളുകളിൽ രാജ്യം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോട് കടപ്പെട്ടിരിക്കുന്നു. വിശിഷ്യ ഇന്ത്യൻ കായിക രംഗവും അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ആർഷഭാരത പാരമ്പര്യത്തിന്റെ തിലകക്കുറിയായി വാണരുളുന്ന വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്ന് തന്നെ പറയട്ടെ, സ്ത്രീ ഉണർന്നാൽ നാടുണർന്നു. ആ ഉണർത്തുപാട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ നമുക്ക് അനുഭവിച്ചറിയാൻ ഇടവന്നിട്ടുണ്ട്. തുടർന്നുള്ള വർഷങ്ങളിൽ സ്ത്രീ എന്ന കുണ്ടലി ശക്തിയെ രാജ്യസ്രോതസ്സായി മാറ്റാൻ ഉതകുന്ന വിധത്തിലുള്ള പദ്ധതികളാണ് അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2047 ആകുമ്പോഴേക്കും ആ ചരിത്ര നേട്ടം നാം കൈവരിച്ചിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെയോ 3ാമത്തെയോ സമ്പദ് വ്യവസ്ഥ, 100% സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്ന, സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസപരമായും
സാമൂഹികമായും സാമ്പത്തികമായും പരസ്പരാശ്രയത്തിന്റെ അടിസ്ഥാനത്തിൽ സക്ഷമരാക്കുന്ന പ്രക്രിയകളാണ് വിവിധങ്ങളായ പദ്ധതികളിലൂടെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നുവരുന്ന പെൺഭ്രൂണഹത്യ, പെൺകുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ സ്കീം, മഹിളാ ശക്തി കേന്ദ്രങ്ങൾ, സ്വ ആധാർ സ്കീം, പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന, ഉജ്ജൽ യോജന, പോഷൻ അഭിയാൻ സ്കീം, വിമൻസ് ഹെൽപ്പ് ലൈൻ സ്കീം, ബാലികാ സമൃദ്ധി യോജന, മഹിളാ പോലീസ് വളണ്ടിയേഴ്സ് സ്കീം, മഹിളാ കയർ യോജന, മുദ്ര യോജന, ഉദ്യോഗിനി സ്കീം എന്നിങ്ങനെ സമസ്ത മേഖലകളിലും സ്ത്രീ ശാക്തീകരണം ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ ഗുണഭോക്താക്കളായ നമ്മുടെ സ്ത്രീ സമൂഹം അടുത്ത 25 വർഷക്കാലം പിന്നിടുമ്പോൾ അവരും യഥാർത്ഥ അർദ്ധനാരീശ്വരികൾ ആകുമെന്ന് ഉറപ്പ്. ഇതിനെല്ലാം പുറമെ പരമമായ സ്ത്രീ ശാക്തീകരണത്തെ മുൻനിർത്തി എല്ലാ നിയമനിർമ്മാണ സഭകളിലും 33% സ്ത്രീ സംവരണം ഉറപ്പുവരുത്തുന്ന ബിൽ ഐക്യകണ്ഠേനയാണ് ഇരുസഭകളും പാസാക്കിയത് എന്നത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അതിരറ്റ നിശ്ചയദാർഢ്യത്തെയും സ്ത്രീജനങ്ങളോടുള്ള പ്രതിബദ്ധതയെയും നമുക്ക് കാണിച്ചു തരുന്നു. ഈ ബിൽ അവതരണ വേളയിൽ സഭാ നടപടികൾ ചെയർമാന്റെ കസേരയിൽ ഇരുന്ന് നിയന്ത്രിക്കുവാനുള്ള അപൂർവമായ സൗഭാഗ്യം പാർലമെന്റിൽ കാലെടുത്ത് വെച്ച നാൾ മുതൽ ലഭിച്ചതും ലോകാരാധ്യനായ നരേന്ദ്രമോദിജിയുടെ സ്ത്രീകളോടുള്ള പ്രതിബദ്ധത കാണിക്കുന്നതല്ലേ? അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാനും ഭാരതീയ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ വിചാരധാരകൾ രൂപപ്പെടുത്താനും കാശ്മീരും അരുണാചലും ഗുജറാത്തും പോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിനും തൻ്റെതായ സംഭാവനകൾ നിർവഹിക്കാനുണ്ട്. അതിനായുള്ള യജ്ഞം ഇന്നു മുതലേ തുടങ്ങണം. വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ, സ്ത്രീ ഉണർന്നാലേ നാടുണരുകയുള്ളൂ. നമ്മുടെ കൊച്ചു കേരളവും തൃശ്ശിവപേരൂരും തിരുവനന്തപുരവും. നന്ദി, നമസ്കാരം. മഹിളാ സംഗമം ധന്യമാക്കാനായി വേദിയെ സമ്പുഷ്ടമാക്കിയ കേരളത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വനിതാ രത്നങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ഇന്ത്യൻ അഭിനേത്രിയും ഭരതനാട്യം നർത്തകിയുമായ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട പത്മശ്രീ ശോഭന. 2 തവണ ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, 2 ഫിലിംഫെയർ അവാർഡുകൾ, 3 വ്യത്യസ്ത ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ മികച്ച നടിക്കുള്ള 14 നോമിനേഷനുകൾ, തമിഴ്നാട് സംസ്ഥാനത്തിന്റെ കലൈമാമണി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി നൃത്തം സാധനയാക്കിയ കലാകാരി. മണിച്ചിത്രത്താഴിലെ ഗംഗയായും തേന്മാവിൻ കൊമ്പത്തിലെ കാർത്തുമ്പിയായും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സ്വന്തം ശോഭന. പത്മശ്രീ ശോഭന, Indian actress and Bharatnatyam dancer who acts predominantly in Malayalam films along with Telugu, Tamil, Hindi, Kannada and English films. She has won 2 National Film Awards, 1 Kerala State Film Award, 2 Filmfare Awards with 14 nominations for the Best Actress category in 3 different South Indian languages, Tamil Nadu State's Kalaimamani Award in 2011 and numerous other awards. On behalf of our team, we extend our warmest welcome to you, Mrs. Shobhana. Next.